ഹലോ അപ്പോൾ നമ്മളെ ഞാൻ സീരിയസ് ആയിട്ടാണ് എൻ്റെ ഇത്ത ക്ലിയർ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തേണ്ട വണ്ടി എവിടെ കൊണ്ട് ഡാമേജ് ആക്കല്ലേ. ഞാൻ ഓൾറെഡി ഒരു ദിവസം ഗൈസ് ഞാൻ ഒരിടത്ത് കൊണ്ടുപോയി ഒരു ആക്സിഡൻറ്റ് നടന്നു. എൻ്റെ വണ്ടി ചളങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഗൈസ് മോഡിഫിക്കേഷൻ ലൈറ്റ് ഉണ്ട് കാണിച്ചത്. ഇന്റർവ്യൂ ആണ്. ഇതാണ് ഞാനൊന്ന് പറഞ്ഞായിരുന്നു ഫിദ ഇത്ത കളിക്കുന്ന ഒരു വീഡിയോ ഇടുമെന്ന്. ഞാൻ കൊമ്പം ബസ് എടുത്തോണ്ട് ഒരു ഓട്ടം പോയില്ലേ, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിദ അയും കളിക്കുന്നുണ്ടെന്ന്. എന്ത് ചെയ്യാ മൈക്ക് എന്ത് ചെയ്യേ മൈക്കുന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കളിക്കാൻ കൊടുക്കുമെന്ന്. എന്തായാലും ഈ കൊടുക്കല്ലേ. ഓക്കെ, ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടിയിൽ ഇച്ചിരിയേ ഉള്ളൂ പെട്രോൾ, ഒട്ടും പെട്രോൾ ഇല്ല. കണ്ട ഇത്രേ ഉള്ളൂ പെട്രോൾ, ഒട്ടും ഇല്ല. നമ്മൾ അന്ന് ഓട്ടം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പെട്രോൾ അടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ഏതെങ്കിലും പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കണം. ഏതെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കയറണേ, വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ ഫ്രീ ആയിട്ട് ഫുള്ളടിക്കാം. വൈപ്പർ ഇട്, നല്ല സ്പീഡിന്. ഇത് സ്പീഡാ. ഇനി പതിയെ ഇടണ. മണമുള്ള മത്തി വറുത്ത് വെച്ച്. നിങ്ങളെല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. പതിയെ മതി, ആർത്തി പിടിക്കല്ലേ. ആർത്തി പിടിച്ച അവിടെ എങ്ങനെ കൊണ്ടുപോയി തിരിച്ചു മതിയാ മതി. എടാ ലോഡ് കയറ്റണ്ടേ, നമുക്ക് ലോഡ് കയറ്റാൻ പോണ്ടേ. പെട്രോൾ അടി. വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ടേ. ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ പോലെയാണ് കേട്ടോ. അമ്മച്ചി വണ്ടി കൊണ്ട് തിരിച്ചു കൊടുക്കണം. പരസ്യമാണ്. പരസ്യം കണ്ട് ഞാൻ നല്ല സംസാരിച്ചത് അടുത്താണ്. ഞാൻ ഷോർട്സ് ഇപ്പോൾ ഇടാറില്ല, വലിയ വീഡിയോസുകളെ ഇടാറുള്ളൂ. ചില നേരം ഷോർട്സുകളൊക്കെ ഇടും. ഷോർട്സ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചിലപ്പോൾ ഷോർട്സൊക്കെ ഇടുന്നതായിരിക്കാം. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഓ സൂപ്പർ. 21 കേട്ടോ നമ്മൾ അടിച്ചിരിക്കുന്നത്. കയറി പെട്രോൾ കയറി. പക്ഷേ ശരിക്കും ഒരു പെട്രോൾ ഗൈസ് ചെറുക്കനിക്ക് വട്ടായി. എന്നാണ് ചെക്കൻ്റെ പേര്. നമ്മളിവിടെ നേരെ ഇനിയിപ്പം പെട്രോൾ അടിച്ചു. ഇനി നമുക്ക് എങ്ങോട്ടേക്കാണോ ലോഡ് എടുക്കാൻ പോണ്ടേ. ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. സിറ്റി അയ്യോ കൊണ്ടുപോയി ഇടിച്ചു കൊടുക്കല്ലേ. കൊണ്ടുവച്ച് ഇടിച്ചു കൊടുത്താൽ 2000 ലക്ഷം നഷ്ടമാവുന്ന. കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് പോവാ അങ്ങോട്ട്. ലൈറ്റ് ഇട്ട് പോവോ. ഓക്കെ, ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. ലൈറ്റ് വീണോന്ന് നോക്കിയേ. ഞാൻ കൊണ്ടുവച്ച് ഇടിച്ചു കൊടുക്ക്. ഞാനല്ല കൊണ്ടുവച്ച് ഇടിച്ചു കൊടുത്തേ. ഇതായിട്ട് എവിടെയും കൊണ്ടുവച്ച് ഇടിച്ചു കൊടുക്കല്ലേ എൻ്റെ പൊന്നു. 1000 ലക്ഷത്തിന് അയ്യോ 2000 രൂപയുടെ നഷ്ടമായിരുന്നു. ഇപ്പൊ അവൻ കൊണ്ട് ഇടിച്ച് മണ്ടക്കൂടെ കയറ്റിയാണ്. ഫ്രണ്ടിൽ പോന്നാൻ തന്നെ ഫ്രണ്ടിൽ പോന്നവൻ ഇപ്പൊ കൊണ്ടുവന്ന് വണ്ടിയിൽ ഇടിച്ചാനെ. എന്നാ എൻ്റെ 2000 പോയേനെ, 2000 കത്തിയേനെ. ഈ സാഹചര്യത്തിൽ വല്ലതും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. രാജകുമാരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. എന്തായാലും നമ്മൾ കളിക്കുന്നുണ്ട്.
എവിടെ കൊണ്ടുവച്ച് ഇടിക്കല്ലേ, കളിക്കുന്നുണ്ട് എന്ന് പറയും, എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഇടിച്ചു കൊടുക്കും. അതാണ് മെയിൻ ഹോബി. കട്ടറൊക്കെ താടി വണ്ടി ഒന്ന് സൈഡിലേക്ക് എന്റെ പിന്നെ ഭാഗ്യത്തിന് ഇടിച്ചില്ല, അല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ 2000 മറ്റേ ഇങ്ങനെ അങ്ങനെ വീണ് നിൽക്കുന്ന സാധനമില്ലേ, അതല്ലേ ഇങ്ങനെ ഇങ്ങനെ അതില്ലേ, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ അങ്ങനെ ഓടിക്കുന്നത് അതില്ലേ? അതില്ല. ഇല്ലേ, എനിക്കതാ ഇഷ്ടം. സ്റ്റിയറിങ് ചിരിച്ചാൽ നല്ല സൂപ്പറായിട്ട് ചിരിക്കാൻ. ഞാൻ ഈ സ്റ്റിയറിങ് എടുക്കുന്നത് എനിക്ക് ശരിക്കിലുള്ളതെന്ന് നോക്കി സ്മൃതി ഇളകി പോയാലോ. സ്മൃതി ഇളവൊക്കെ ശരിക്കിലുള്ള സ്ഥലം. സത്യോട് പറയാ പെട്രോൾ പോകണ്ടേ? നേരെ വണ്ടി എടുത്ത് കത്തിച്ചു വിടാൻ വേണ്ടി പോവാണ്. വണ്ടി എടുത്ത് കത്തിച്ചു വിട്ടിട്ട് ഏതെങ്കിലും പോസ്റ്റിലോ വണ്ടിയിലോ കൊണ്ടുവച്ച് ഇടിച്ചു കൊടുക്കും. പിന്നെ 2000 രൂപയ്ക്ക് വണ്ടിയും സർവീസ് ചെയ്യണം, പോലീസ് കേസും ആയിരിക്കും. കൊണ്ടുവച്ചാണെങ്കിൽ കൂടെ ഇടിച്ചു കൊടുത്താലാണ് പോലീസ് കേസും വരും. ഏറ്റവും 2000 കത്തുകയും ചെയ്യും. 1 ലക്ഷം പോലീസിന്, 2000 ഈ വണ്ടിക്ക്. എന്റെ പൊന്നോ, സുമതി വള എത്തിയിട്ടുണ്ട്. സുമതി വളമല്ല അത് കൊട്ടിയവാ. കൊട്ടിയത്തൂടെ പൊക്കോണ്ടിരിക്കണം. കാരണം കൊട്ടി ഇപ്പൊ ഹൈവേ കണക്ക് ആക്കിയിട്ടുണ്ട്. കൊട്ടിയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നടക്കണ്ടിട്ടാ. പാലത്തിന്റെ മേളിൽ കൂടെ പോവാന്ന് വിചാരിച്ചു. റൈറ്റ് സൈഡ് ചെയ്യാണ് പോകേണ്ടത്. പാലം തോണ്ടേ, പാലത്തിൽ കൂടെ അല്ലല്ലേ പോകണ്ട, ഇങ്ങോട്ടാ കാണിച്ചേക്കാൻ സിമ്പിൾ. അങ്ങോട്ട് പോലെ ചിലപ്പോ പ്രേതങ്ങളുണ്ട്. വേണ്ട പൂച്ചാണ്ടി ഉണ്ടായിരിക്കും. നമ്മള് നേരെ പോയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മതിലൊക്കെ തട്ടി വന്നു തോന്നുന്നു. എന്റെ പൊന്നാ, എനിക്കറിയില്ല. എന്റെ പൊന്നോ, മതിലി തട്ടിയ എന്റെ പൊന്നോ ട്രെയിനാണ്. ട്രെയിൻ ഇപ്പൊ വരും. ലുട്ടാപ്പി ട്രെയിനിനെ കൊണ്ട് തോറ്റ്. എടാ നിനക്ക് അതുവരെ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അത് നമ്മള് വന്നപ്പോഴേ അടച്ചിടക്കായിരുന്നു അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വന്നു ട്രെയിൻ. നമ്മളെ വണ്ടിയുടെ പവർ ഒന്ന് നോക്കണം. ഇപ്പൊ എത്രയിലാ പോകുന്നത് എനിക്കൊന്നും പറയാനില്ല. ഇപ്പൊ ചെറിയ സ്പീഡിലാ പോകുന്നത്, മുട്ടയ്ക്ക് അത്രയേ ഉള്ളൂ സ്പീഡ്. കൊണ്ടുവച്ചിടിച്ച് എന്റെ പൊന്ന 1.5 ലക്ഷം കത്തി. ഇവിടെ നിന്നെല്ലാം കേറണമെന്ന് നോക്കിയേ. അവിടെ തന്നെ സിമ്പിൾ അങ്ങോട്ട് കാണിക്കുന്നു. അവിടെ വളവ് കാണിച്ചേക്കാം. വളവ് അല്ലല്ല, നേരെ പോയില്ല, പാലം കയറാനും. നമ്മളെ കാൽപ്പുരയുടെ പാലത്തിലൂടെ കേറി. കാവൽപുരയിലെ പാലം നമ്മൾ പാമ്പൻ പാലം കേറിയിരിക്കയാണ്. എന്റെ ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നാ. ഇതിനിപ്പോ എത്രത്തോളം എന്റെ ചെവിയിൽ ആപ്പടിച്ചു വെച്ചിട്ട് കണ്ടതിന്റെ കാരണം വണ്ടിയും കൊണ്ടുവച്ചിരിച്ച്. ഈ പാലം ഉണ്ടാക്കിക്കൊണ്ടേ താഴെയുള്ള കടകളൊന്നും കാണാൻ പറ്റൂലല്ലോ. ആർക്കും ഇപ്പൊ ആ കടയിലൊന്നും പോകില്ലെന്നാ പറയുന്നേ. താഴെയുള്ള കട എല്ലാവരും മേളിൽ കൂടെയാ പോന്നെ. അതുകൊണ്ട് ബ്രേക്ക് കൂടി ബാറ് നമുക്ക് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ചായ എന്താ കുടിക്കണേ?
സർബത്തങ്കിളി തങ്കിളിനെ കുടിക്കുന്നു, സർബത്തങ്കിളിനെ കുടിക്കുന്നു. Guys, എന്തൊക്കെയോ ഫോണിൽ കുത്തിക്കയറ്റി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ മേളിൽ എഴുതുക. എൻ്റെ പൊന്നായി ഞാൻ വല്ലതും ചെയ്ത് കളയും കേട്ടാ. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ഒന്ന് ഓൺ ചെയ്യും. വീഡിയോ കട്ടായാ?